ചിന്താ ജെറോമിനെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള നീക്കത്തിനെതിരെ CPM-ന് ഭയങ്കര എതിർപ്പുണ്ട്. അതായത് സി പി എം നേതാക്കളുടെ അല്ലെ CPM-നകത്തു നിന്നുള്ള ഒരു അവരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ചിന്തയുടെ ചിന്താഗതിയും അതായത് അവരുടെ രീതികളും ഒക്കെ ഒരു 40 വർഷം പഴക്കമുള്ള ചിന്താഗതിയാണ് ചിന്തയ്ക്കുള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടിയെ വെട്ടിലാക്കിയ ഗോവിന്ദൻ ചിന്തയെ പ്രസിഡന്റാക്കി ഡിവൈഎഫ്ഐ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇപ്പോൾ ഒരു വനിതയാണ്ട് ചോദിക്കുക. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഒരു വനിത വരാൻ പോകുന്നത്. വരട്ടെ, നല്ല കാര്യം. സ്ത്രീ ശാക്തീകരണം സാധ്യമാകട്ടെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ആ തുടക്കത്തിൽ സ്ത്രീ ശാക്തീകരണം എല്ലായിടത്തും ആവശ്യമാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐ കാര്യം, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ മേച്ചിൽപ്പുറമായി ഡിവൈഎഫ്ഐ മാറിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിന്താ ജെറോം വരട്ടെ, സന്തോഷിക്കാം. ചിന്താ ജെറോം വരുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാമതൊരു ട്രോൾ മെറ്റീരിയലിന് നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ഡിവൈഎഫ്ഐ ഇട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. അത് യാതൊരു അതിശയോക്തിയൊന്നുമില്ല, വളരെ കൃത്യമാണ്. ചിന്താ ജെറോമിനെ പോലെ ഒരാളെ ഡിവൈഎഫ്ഐയുടെ ഒരു എന്താ പറയുന്ന സമുന്നതയായ നേതാവാക്കി വാഴ്ത്തുമ്പോൾ പാർട്ടി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. അതേ ഉള്ളൂ. അല്ലാതെ സ്ത്രീ ശാക്തീകരണം വരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇവിടെ പിന്നെ ശൈല ടീച്ചർ വന്നു, ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? CPM-ലുള്ള ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഒരാൾ എതിർപ്പ് പറഞ്ഞില്ല. ശ്രീമതി ടീച്ചർ വന്നു, ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഇല്ല. ശ്രീമതി ടീച്ചർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സതീശൻ മുഖ്യമന്ത്രി അവിടെ നിന്നുകൊണ്ട് ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിരിക്കും ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്ത്രീ ശാക്തീകരണം വരുന്നത് തെറ്റൊന്നുമില്ല. CS സുജാത ഡിവൈഎഫ്ഐയിലൂടെ വന്ന നേതാവാണ്, ആരെങ്കിലും കുറ്റം പറഞ്ഞോ? SFIയിലൂടെ വന്ന നേതാവാണ്, ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം, ഒരുപക്ഷെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ വിപ്ലവ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയായൊരു JSSന്റെ നേതാവുണ്ട്. പിന്നീട് JSS ആയതാണ് KR ഗൗരിയമ്മ. ഉരുക്ക് വനിത എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ള ഒരു വനിതാ നേതാവായിരുന്നു. ആരെങ്കിലും ഗൗരിയമ്മയെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പിന്നെ CPM-മാരുടെ ഗൗരി ചോത്തി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അത് വേറൊരു ചിന്താഗതി. അല്ലാതെ വേറെ കോൺഗ്രസിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. KR ഗൗരിയമ്മയെ JSSനെ UDF പിന്നെ സ്വീകരിക്കുക ചെയ്ത് JSSനെ. അപ്പം മന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പം അത്ര ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് CPM-നെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് സ്ത്രീ ശാക്തീകരണം നടക്കും, പക്ഷേ സംഘടനാ ശാക്തീകരണം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാര്യം, ഒന്നാമത്തെ പ്രശ്നം, തനിക്ക് നേടിയിരിക്കുന്ന ഡോക്ടറേറ്റ് അടക്കമുള്ള സാധനങ്ങൾ വ്യാജമാണെന്ന് ഒരു പേരുദോഷം ഉണ്ട്. അതായത് എവിടെന്നെങ്കിലും വിക്കിപീഡിയയിൽ നിന്ന് അടിച്ചു മാറ്റിയ, അന്ന് AI ടൂളിൽ കുറവാണ്, വിക്കിപീഡിയയിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനങ്ങൾ വള്ളി പുള്ളി വിസർഗം വിടാതെ സ്വന്തം തീസിസിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഡോക്ടറേറ്റ് മേടിച്ച ഒരാളാണ് ഈ ചിന്താ ജെറോം. അന്ന് മുതൽ തന്നെ ചിന്താ ജെറോമിനെതിരായിട്ട് പാർട്ടിക്കകത്ത് തന്നെ ചില സംസാരം വരുന്നുണ്ടെന്നേ. വാഴക്കുല എഴുതിയത് ആരാണ് എന്നറിയാൻ വയ്യാത്ത ഒരു DYFI നേതാവ് എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. അക്കാഡമിഷ്യൻ എന്ന് വേണേൽ പറയാം, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. വാഴക്കുല എഴുതിയത് ആരാണ്? അത് ചങ്ങമ്പുഴയാണ് എന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കാര്യം, അത്രത്തോളം ഫേമസ് ആയ ഏറ്റവും വിപ്ലവകരമായൊരു പിന്നെ ഇതാണ് വാഴക്കുല എന്ന് പറയുന്ന കവിതയാണ്. വാഴക്കുല ഏറ്റവും വിപ്ലവാത്മകമായ, തമ്പുരാൻ വെട്ടിക്കൊണ്ടു പോകുന്ന വാഴക്കുല നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ചെറു ബാല്യത്തെക്കുറിച്ചുള്ള കവിതയാണ്. ഇവിടെ വൈലോപ്പള്ളി അല്ല വാഴക്കുല എഴുതിയ, വൈലോപ്പള്ളി എഴുതിയ മാമ്പഴമാണ്. അതൊരു അമ്മയുടെ ദുഃഖമാണ്. മകനെ ശാസിക്കേണ്ടി വന്ന ഒടുവിൽ ആ മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയുടെ ദുഃഖമാണ് വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിത. രണ്ടും പഴമാണല്ലോ. രണ്ടും പഴമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിൻ്റെയും എഴുത്തുരീതി വ്യത്യസ്തമാണ്. 2 പേരാണ് എഴുതിയത്. തന്നെയുമല്ല, ഒന്ന് വിപ്ലവമാണെങ്കിൽ ഒന്ന് വേദനയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം പിന്നെ അത് രണ്ട് വൃത്തത്തിലുമാണ് എഴുതിയിരിക്കുന്നത്. അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ അതുപോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു വനിതാ നേതാവ്. ആ വനിതാ നേതാവിനെ DYFI കൊണ്ട് തലപ്പത്ത് വെക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി എങ്ങനെ സംസാരിക്കും? ആശുപത്രിയിലെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ ആശുപത്രിയിലെ പോരായ്മയാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. അതിനപ്പുറത്ത് ഞങ്ങൾ ആശുപത്രിയിൽ DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത്.
ഇപ്പൊ ഈ ഒരു ഈ സ്ഥാനം അതായത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തെല്ലാം ചിന്താ ജെറോം എന്നുള്ള പേര് മാത്രമേ ഉയർന്നു വരുന്നുള്ളൂ ഈ ഒരടുത്ത സമയത്തായിട്ട്. അപ്പൊ ഒരു യോഗ്യതയും ഇല്ലാതെ പിന്നെ എന്തിന് ചിന്തയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? അത് പാർട്ടിയുടെ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതിനകത്ത് ഗോവിന്ദ മാഷിന്റെ പ്രത്യേക താല്പര്യമുണ്ടെന്നും ആരോപണം ഉണ്ടല്ലോ. അതുണ്ടാവാം അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഗോവിന്ദ മാഷ് ഈ അടുത്തുകൊണ്ട് തലതിരിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം പാർട്ടി ഇവിടം വരെ കൊണ്ടെത്തിച്ച് 35-ൽ 8 പിന്നെ അവരുടേതാ, CPIയുടേതാണ്. ബാക്കി വരുന്ന 27 സീറ്റേ ഉള്ളൂ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്. അത് ആദ്യം ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. കാര്യം ഗോവിന്ദ മാഷിന്റെ പരാജയമാണ് ശരിക്കും CPMന് നേരിടേണ്ടി വന്നത്. ഗോവിന്ദ മാഷിനെ കൊണ്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വാസ്തവമാണെന്നേ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോവിന്ദ മാഷ് എന്ത് പരിപാടിയാണ് കാണിച്ചത്? സ്വന്തം ഭാര്യയെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ നിർത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെക്രട്ടറി ചെയ്യുന്ന പരിപാടിയാണോ അത്? ഏതെങ്കിലും ഒരു സെക്രട്ടറി ചെയ്യൂ തളിപ്പറമ്പ് മണ്ഡലത്തിൽ? അവിടെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വേറൊരു മാസ്റ്റർ ഇറങ്ങി, ഗോവിന്ദൻ മാസ്റ്റർ കളത്തിലിറങ്ങി കഴിഞ്ഞപ്പോൾ സംഭവം തേഞ്ഞ് ഗോവിന്ദൻ മാഷിന്റെ എല്ലാ ഇതും തീർന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ ഗോവിന്ദൻ മാഷിനെ പാർട്ടിയിലെ ഘടകങ്ങളിൽ എത്ര പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാര്യം പൊട്ട തീരുമാനങ്ങളാണ് മാഷ് എടുക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഭയങ്കര ഐക്യ ലെവലുള്ള ഒരു മനുഷ്യനാണ്. നല്ല ശക്തമായ വായനയുള്ള മനുഷ്യനാണ്. വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ലോക കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിച്ച മനുഷ്യനാണ്. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അത് ആപ്ലിക്കബിൾ അല്ല നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ. ഈ സമൂഹം എന്ന് പറയുന്നതിന് അനുസരിച്ചിട്ട് പാർട്ടി സ്വയം മാറുകയാണ്. കാൾ മാർക്സ് പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളത് മാറ്റമാണ് എന്ന് കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സമൂഹത്തിനനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. സ്വന്തം ഭാര്യ നിർത്തുന്നതല്ല സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. സമൂഹത്തിലെ മാറ്റത്തിനനുസരിച്ചിട്ട് ഈ പൊതുജന വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രവർത്തനമൊന്നും ദൗർഭാഗ്യവശാൽ ഗോവിന്ദ മാഷിന്റെ ഭാഗത്തൊന്നുമില്ല. അതുപോലെ ഒരു നീക്കമാണ് ചിന്താ ജെറോമിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ചിന്താ ജെറോമിനെ കൊണ്ടുവരുന്നതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ സൈബർ വിഭാഗത്തിന് പോലും കടുത്ത എതിർപ്പാണെന്നേ. അവരെങ്ങനെ അവരെങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? ചിന്താ ജെറോമിനെ കുറിച്ച് നല്ല 4 വർത്താനം ഇവിടുത്തെ ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകനെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? ചിന്താ ജെറോം ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു, പാർട്ടിക്കൊരു മുതൽക്കൂട്ടാണ് ചിന്താ ജെറോം, DYFIക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ? ഒരു DYFI പ്രവർത്തകനെ കൊണ്ട് പറയിച്ചാൽ മതിയെന്നേ. ഒരാളും പറയില്ല, ഒറ്റൊരാളും പറയില്ല. കാരണം ഒന്നും ഇല്ല പറയാൻ. അതാണ് ഈ പറയുന്ന ചിന്താ ജെറോമിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. അതിനെ മറികടക്കാൻ അവിടെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കത്തില്ല. ചിലപ്പോൾ ആകുമായിരിക്കും. ആ DYFIയുടെ വില കളയാൻ ഉപകരിക്കൂ. ചിലവർ പറയുന്ന പോലെ ഞങ്ങൾ കുറേ ഒന്ന് ചിരിക്കട്ടെന്നേ, ചിന്താ ജെറോം വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ചിരിക്കാൻ കിട്ടുമല്ലോ. ചിന്താ ജെറോമിന്റെ പ്രസംഗത്തിന്റെ ശൈലി തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വാരി വലിച്ചിട്ട് വടി ഒപ്പിച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ VD സതീശൻ എത്ര വടി ഒപ്പിച്ച് സംസാരിച്ചിട്ടാ VD സതീശൻ ആൾക്കാരെ കയ്യിലെടുത്ത് ഇത്രയും കാലം കൊണ്ട്? നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. VD സതീശൻ വടി ഒപ്പിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അല്ല. അച്ചടി ഭാഷയിലാണോ VD സതീശൻ പ്രസംഗിക്കുന്നത്? അല്ല. പോട്ടെ, പിണറായി വിജയൻ അവരുടെ മുതിർന്ന നേതാവല്ലേ, അച്ചടി ഭാഷ സംസാരിച്ചിട്ടാണോ പിണറായി വിജയൻ ഈ കണ്ട കാലം അത്രയും പിന്നെ ഒരു നേതാവായിട്ട് നിന്നത്? അല്ല. അപ്പൊ അച്ചടി ഭാഷ സംസാരിക്കുന്നതിലല്ല കാര്യം, പറയുന്നതിൽ എന്ത് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഒരു വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചിന്താ ജെറോമിനെ പോലെ ഒരാളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തെറ്റായ ഒന്ന് തന്നെയാണ്. അതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കുറ്റം പറയാൻ പറ്റില്ല എന്നല്ല, കുറ്റം പറഞ്ഞേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് കാര്യം. ഗോവിന്ദൻ മാഷിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. പാർട്ടിയിലെ എല്ലാ ഭാരവാഹികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. വസീഫിന് പകരമായി വരേണ്ടത് വസീഫ് എന്ന് പറയുന്ന ഒരു വലിയ നേതാവിന് പകരമായിട്ടാണെന്നേ ചിന്താ ജെറോം വന്നിരിക്കേണ്ടത്. DYFIക്കാരൊന്നും അംഗീകരിക്കത്തില്ല ഈ നേതൃത്വത്തെ അംഗീകരിക്കത്തില്ല എന്ന് മാത്രമല്ല, ഇതൊരു വലിയ ശാപമായി മാറുകയും ചെയ്യും പാർട്ടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇപ്പം 35 ഉണ്ട്, പോട്ടെ 27 ഉണ്ട്. ഇനി ചിന്താ ജെറോം കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തം കോമഡി ആയിരിക്കും. മൊത്തം കോമഡി എന്ന് വെച്ചാൽ മൊത്തം കോമഡി. വാഴക്കൊലയുണ്ട്, അവിടെ ഇപ്പം അച്ഛനില്ല നേരത്ത് എന്ന് പറഞ്ഞൊരു ചിന്താ ജെറോമിന്റെ കുപ്രസിദ്ധമായ മുദ്രാവാക്യമുണ്ട്. ഒരു സാംസ്കാരിക അധപ്പതനമാണോ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതാണോ അച്ഛനില്ല നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞിട്ടാണോ ഇവിടെ മുദ്രാവാക്യം വിളിക്കേണ്ടത്? അല്ലെ, അങ്ങനെയല്ല വിളിക്കേണ്ടത്. CPM പിന്നെ പാർട്ടി വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള മുദ്രാവാക്യമല്ല വിളിച്ചത്. അച്ഛനില്ല നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടിത്തരം വിളിച്ച് പറയുന്നതാണോ മുദ്രാവാക്യം? അല്ല.
അവര് പിന്നെ പോലീസിനോട് ഈ ഒരു നിക്കർ മാറ്റി പാൻസാക്കാൻ നിങ്ങൾ സമരം ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പോലീസിനോട്, അല്ലേ? പിന്നെ ഇതാണെങ്കിൽ പോലീസ് സർക്കാരാണെങ്കിൽ ഞങ്ങൾ നിയമം പാലിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിയമം ലംഘിക്കും എന്നാണ് പറയുന്നത്. കാക്കിക്കുള്ളിൽ പോലീസ് ആണെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ സർക്കാരെങ്കിൽ നിയമങ്ങൾ ഞങ്ങൾ കയ്യിലെടുക്കും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഒരുപാട് കേട്ട് ആരംഭിച്ചവരാണ്. അതിൻ്റെ ഇടയിലാണ് പിന്നെ അച്ഛനില്ല നേരത്തെ പറഞ്ഞുകൊണ്ട് വെറും വൃത്തികെട്ട ഒരു മുദ്രാവാക്യം കൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളെ പിന്നെ തേക്കാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ പറയുന്നത് ശരിക്കും ചിന്താ ജെറോം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഒരു കാരണവശാലും DYFI പോലെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ യോഗ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അത് ശക്തമായ വിമർശനം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു വൃത്തികെട്ട തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ നിന്നല്ല DYFIയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് കൊഴിഞ്ഞു പോകാം, ചിലർ സൈലന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ശക്തരായി DYFIക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള പലരും അവർ ന്യായീകരിക്കേണ്ടി വരുന്നു, ഒരുപാട് ന്യായീകരിക്കേണ്ടി വരും. എത്ര കണ്ട് ന്യായീകരിക്കാനാണ്? ഇപ്പൊ തന്നെ ന്യായീകരിച്ച് മുടിഞ്ഞിരിക്കുകയാണ് പാർട്ടിക്കാർ. വീണ തൈക്കണ്ടിലിന്റെ കേസിലുണ്ടല്ലോ, ഇപ്പോഴും തന്നെ പിന്നെ നമ്മുടെ സഹാക്കന്മാര് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മികള് പെട്ടിരിക്കുക, ന്യായീകരിച്ച് പണ്ടാരടങ്ങിയിരിക്കുക. ഈ 10 പേര് കൂടുന്നിടത്ത് ഇപ്പൊ പോകാൻ പേടിയാ CPM-കാർക്ക്. അവിടെ ചെന്ന് ഞാൻ CPM-കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കും, എന്തായി ഹവാല ഇടപാടെന്ന്, എന്തായി നിങ്ങളുടെ ഹവാല ഇടപാട്? എന്ത് പറയും? ഏത് രീതി പ്രതിരോധിക്കും? ഒരു മോള് കാരണം അവർ അന്തപ്പടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്, അല്ലേ? ഒരു മനുഷ്യനുണ്ടായിരുന്നു കോടിയേരി സഖാവ്, എനിക്ക് തോന്നുന്നു ശക്തനായൊരു നേതാവ് കോടിയേരി സഖാവ്. ആ കോടിയേരി സഖാവ് വീണുപോയത് എവിടെയെന്നറിയാം? അദ്ദേഹത്തിന്റെ പേരിൽ ഒരൊറ്റ കേസിൽ, അറിയാവോ? അദ്ദേഹം പണ്ട് ഗുണ്ടായിസമൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ ജനമൈത്രി പോലീസിംഗ് സംവിധാനം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അതുപോലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് SPC അത് കൊണ്ടുവരുന്നത് പിന്നെ കോടിയേരി സഖാവാണ്. അപ്പോൾ അങ്ങനെ ശക്തനായി നിന്ന പാർട്ടിക്കുള്ളിൽ തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടത്തോടെ നെഞ്ചും വിരിച്ച് ചെയ്യുന്ന ഒരു പാർട്ടി നേതാവ് ഒറ്റയടിക്കാ വീണുപോയത്. എന്ത് സംഭവിച്ചു? ബിനീഷ് കോടിയേരിയെ ബാംഗ്ലൂർ വെച്ച് മയക്കുമരുന്ന് കേസിലേക്ക് പിടിച്ചു. പോയില്ലേ കാര്യം? അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബിനീഷിന്റെ മൂത്ത ആള് ബീഹാറിലെങ്ങാണ്ടുള്ള ഒരു പെണ്ണുമായിട്ടുള്ള അവിഹിത ബന്ധം ഇവിടെ പിന്നെ പതിഞ്ഞു പൊങ്ങി. അതോടുകൂടി ഒരു അച്ഛൻ തകർന്നു പോയില്ലേ? അല്ല, ഒരു അഴിമതി കേസില്ല കോടിയേരി സഖാവിന് മുമ്പിൽ. സ്വന്തം മക്കളുടെ പേരിൽ ക്രൂശിക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു കോടിയേരിയുടേത്. അതുപോലെ അല്ലേ ഈ പിണറായി വിജയൻ ഇനി ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ പൊതുജനം? ഒരിക്കലും വിശ്വസിക്കില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ തന്നെ നാണം കെട്ടിരിക്കുകയാണ് CPM-കാർ. അതിൻ്റെ ഇടയിൽ ഇതുകൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇലക്ഷന് മത്സരിക്കാതിരിക്കുന്നതാണ് ശരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം സേഫ് സോൺ.